സമയം രാവിലെ 5:30 6 മണിക്ക് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. മലയാളികൾക്ക് എങ്ങനെയാണോ തലശ്ശേരി ബിരിയാണി അതേപോലെയാണ് തമിഴ്നാട്ടിലേക്ക് ഡിണ്ടിഗൽ ബിരിയാണി. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലശ്ശേരി ബിരിയാണി ഉണ്ടായിട്ട് പോലും തലശ്ശേരിയിൽ നിന്ന് ഇതുവരെ ഒരു ബിരിയാണി റെസ്റ്റോറന്റ് ചെയിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? പക്ഷെ ഡിണ്ടിഗൽ അങ്ങനെ അല്ല കേട്ടോ. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി, ഡിണ്ടിഗൽ വേണു ബിരിയാണി, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ കൊച്ചി ലുലു അടക്കം, അതേപോലെ US അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, UAE ഔട്ട്ലെറ്റുകൾ ഉണ്ട്, യൂറോപ്പിലൊക്കെ പല ഭാഗത്തും അവർക്ക് എന്തുണ്ട്, ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അപ്പോ തമിഴ്നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയുടെ ഉത്ഭവ സ്ഥലമായ ഡിണ്ടിഗൽക്കാണ് 6 മണിക്ക് ബിരിയാണി കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ബംഗാരു ബിരിയാണി സെന്റർ. നല്ല തിരക്കാ, സീറ്റില്ല. എനിക്ക് 6 മണിക്ക് ബിരിയാണി ഒക്കെ ഓർമ്മ, ഞാനൊരു 10+ പഠിക്കുന്ന സമയത്ത് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പോകില്ല. അപ്പൊ ഈ ദോശ, അപ്പം, ഇഡ്ഡലി ഇതൊന്നും എനിക്ക് കഴിച്ചാൽ പോകില്ല. ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ സമയത്തൊന്നും എന്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഞാൻ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ. അപ്പൊ നെയ്ച്ചോറ്, ബിരിയാണി അതാവുമ്പോ എനിക്ക് കഴിക്കാൻ വൈകും. അപ്പൊ ഒരു ദിവസം സ്കൂൾക്ക് പോകാൻ വൈകി. ഉമ്മ പറഞ്ഞു ഈ ദമ്മ് പൊട്ടിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് സ്കൂൾക്ക് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് 1 മണിക്കൂർ വൈകിയത്. അപ്പൊ ടീച്ചറോട് ഇത് പറഞ്ഞപ്പോ ടീച്ചർ വീട്ടില് വിളിച്ചു പറഞ്ഞ് ഇനി ബിരിയാണി വെക്കാൻ വൈകരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നു. ഓപ്ഷൻസ് കുറവുള്ള സമയത്തും കോമ്പറ്റീഷൻ കുറവുള്ള സമയത്തും ഷോപ്പ് ഓപ്പൺ ആക്കുന്നത് ശരിക്കും സ്ട്രാറ്റജി അല്ല. നമ്മളൊരു ലൊക്കേഷൻ തന്നെ എടുക്കുമ്പോൾ കോമ്പറ്റീഷനും ഓപ്ഷൻസും നോക്കും. അതേപോലെ തന്നെ നോക്കേണ്ട ഒരു സാധനമല്ലേ കോമ്പറ്റീഷനും കുറവുള്ള ഓപ്ഷൻസ് കുറവുള്ള സമയവും. നമ്മളെ നാട്ടില് ഇതേപോലെ ഒരു 4 മണിക്കും 6 മണിക്കൊക്കെ തുറക്കുന്ന ഒരു ബിരിയാണി ഷോപ്പ് വന്നാലേ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിൽ അക്സെപ്റ്റ് ചെയ്യുക? ഒന്നത് കമന്റ് ആക്കിയിരുന്നു.